പല ഉദ്യോഗാർത്ഥികൾക്കും അറിയാതെ പോകുന്നതും ഇത് തന്നെയാണ്. അതായത് നിങ്ങൾ ഈ എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് CBT 1 തന്നെയാണ്. ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരുപാട് കുത്തുവാക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക റിലീഫ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. നിങ്ങളെ കൊണ്ട് കേപ്പബിൾ ആണ്. ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. കാരണം 100 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം അതിൽ റോങ് വരുന്നതിൻ്റെ ഒക്കെ കൗണ്ട് നിങ്ങൾ കുറച്ച് കൊണ്ടുവന്നിട്ട് ആ ഒരു പഠിക്കാനുള്ള ആ ഒരു ടെൻഡൻസി നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചേഞ്ച് വരുത്തുക തന്നെ വേണം. അതൊരു വലിയ ഘടകമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും RRBJയുടെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലേക്കും അതേപോലെ ഇത് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ഡ്രീം ജേണിലേക്ക് കുറച്ചെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ RRBJ എക്സാം എന്ന് പറയുന്നത് ഈ വർഷം നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്ന ഏറ്റവും മികച്ച അവസരമാണ് അല്ലേ. അതായത് ഒരുപാട് എന്താ പറയുക, നിങ്ങൾ BTech കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരുപാട് കുത്തുവാക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക റിലീഫ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. നിങ്ങളെ കൊണ്ട് കേപ്പബിൾ ആണ്. നിങ്ങളൊരു ഡ്രീം ജോബ് തന്നെയാണ് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളത് സൊസൈറ്റിയിൽ നിങ്ങൾക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്, പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനു മുന്നിൽ വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച അവസരം തന്നെയാണ് RRBJ. എന്നാൽ RRBJ എക്സാമിനേഷന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ എക്സാമിനേഷന് വേണ്ടി പഠിച്ചു തുടങ്ങാൻ പല ആളുകളും എന്താ പറയുക അത്രത്തോളം താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എക്സാമിനേഷൻ്റെ ഒരു ടൈം ലൈൻ നമ്മുടെ മുന്നിൽ ഇല്ലായിരുന്നു. അതുപോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയാണ് ഈ എക്സാമിനേഷൻ ഏത് സമയത്ത് നടക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച്. എന്താണ് ഈ എക്സാമിനേഷൻ്റെ എക്സ്പെക്റ്റഡ് ടൈം ലൈൻ? ഈ എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ RRBJ എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ RRBJ എക്സാം നടക്കാൻ സാധ്യതയുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ടൈം ലൈനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. സോ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് CBT 1 എക്സാം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് നടന്ന 2019 RRBJയുടെ ടൈം ലൈൻ വെച്ച് നോക്കുമ്പോൾ ഡിസംബറിലാണ് നടക്കാൻ സാധ്യത. അതേപോലെ തന്നെ CBT 2 എക്സാം മാർച്ചിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ മെയിലാണ് നടക്കാൻ സാധ്യതയുള്ളത്. സോ ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിലൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളൊരു ടൈം ലൈൻ വന്നിരിക്കുകയാണ്. സോ ഈ ഒരു ടൈം ലൈനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. സോ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൊരു ഡൗട്ടാണ്, ഇതിൽ നോൺ ടെക്നിക്കലും ഉണ്ട് ടെക്നിക്കലും ഉണ്ട്. നോൺ ടെക്നിക്കലിൽ തന്നെ പല കാര്യങ്ങളും പഠിച്ചിട്ട് അങ്ങോട്ട് കയറുന്നില്ല. എസ്പെഷ്യലി ജനറൽ അവയർനെസ്സും സയൻസ് ടോപ്പിക്കുകളൊന്നും നമ്മളെ മൈൻഡിൽ ഇങ്ങോട്ട് സ്റ്റോറായി നിൽക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള പല തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ എനിക്ക് കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഞാനിത് പറയുന്നത്. സോ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ എക്സാം എന്ന് പറയുന്നത് 2 ടയർ എക്സാമാണ്, CBT 1 CBT 2. അപ്പോൾ ഇതിൽ ഏതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്, അതായത് നെക്സ്റ്റ് 100 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസംബറിലേക്ക് കണക്കാക്കിയിട്ടാണ് ഈ ഒരു 100 ഡേയ്സ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു 100 ഡേയ്സ് മാക്സിമം നമുക്കൊരു പക്ഷേ 100 ഡേയ്സ് ആയിരിക്കും ലഭിക്കുക, ഒരു പക്ഷേ കുറച്ചുകൂടി കൂടുതൽ ദിവസങ്ങൾ ലഭിച്ചേക്കാം. എന്നാലും ഈ ഒരു 100 ഡേയ്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. ഞാനത് പറയാനൊരു കാരണം കൂടിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ എക്സാം എന്ന് പറയുന്നതിൽ ഒരു CBT 1 എന്ന് പറയുന്ന കടമ്പ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ CBT 2 എന്ന് പറയുന്ന കടമ്പയും കവർ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ഈ ഒരു ഡ്രീം ജോബിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി CBT 1 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം ഇവിടുത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, സപ്പോസ് ഇത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഏത് സെക്ഷനിലായിരിക്കും? CBT 1 അതാണ് ഒന്നാമത്തെ ഘടകം. ഓക്കെ, CBT 1 ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് CBT 1 എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം CBT 1 നിങ്ങൾക്ക് എന്ത് മാത്രമാണ് പഠിക്കാനുള്ളത്? നോൺ ടെക്നിക്കൽ കണ്ടൻറ്റ് മാത്രമാണ് പഠിക്കാനുള്ളത് അല്ലേ. നോൺ ടെക്നിക്കൽ കണ്ടൻറ്റ് മാത്രമാണ് പഠിക്കാനുള്ളത്. ഈ നോൺ ടെക്നിക്കൽ കണ്ടൻറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു കോമ്പറ്റേറ്റർ വേറെ കിടക്കുന്നുണ്ട്. ആരാണ്? അത് CGL പോലുള്ള എക്സാംസുകൾ എഴുതുന്ന ആളുകളുണ്ടാവും, അതേപോലെ CHSL പോലുള്ള എക്സാംസുകൾ, അതേപോലെ തന്നെ ബാങ്കിങ് എക്സാംസുകൾ എഴുതുന്ന ആളുകളുണ്ടാവും. സോ ഇത്തരത്തിലുള്ള ആളുകളും ഇവിടെ എന്ത് ചെയ്ത് ഇതൊക്കെ ഈ കാറ്റഗറിയിലൊക്കെ കൂടുതൽ കോമ്പീറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? എഞ്ചിനീയേഴ്സ് തന്നെയാണ് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും
എല്ലാവർക്കും അറിയാം ഈ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ എഞ്ചിനീയേഴ്സ് തന്നെയാണ്. സോ ഇവരെല്ലാവരും ഈ CBT1 എഴുതാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ഇല്ല, നല്ലൊരു വിഭാഗം ആളുകളും CBT1 അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അതൊരു വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഓൾറെഡി വർഷങ്ങളായിട്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഡെഫിനറ്റ്ലി RRBJയുടെ CBT1നെക്കാട്ടിലും ഉയർന്ന ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ. സോ അവരും ഇവിടെ എന്ത് ചെയ്യാണ്? CBT1ന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യാണ്. സോ നിങ്ങളിപ്പോൾ CBT1 പഠിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടാവും, മേ ബി ഒരു 2-3 മാസമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടാവും. സോ അത്തരത്തിലുള്ള ആളുകളും CBT1ന് വേണ്ടി കോമ്പീറ്റ് ചെയ്യാണ്. സോ ഈ CBT1 കോമ്പീറ്റ് ചെയ്ത് നിങ്ങൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, CBT2ലേക്ക് ഒരുപാട് ആളുകളെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് വലിയൊരു കണക്ക് വരുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CBT2ലേക്ക് എത്ര ആളുകളാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കിയേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രം സോൺ എടുക്കുകയാണെങ്കിൽ 70 വേക്കൻസിയാണ് ഇലക്ട്രിക്കലിലെന്ന് വിചാരിക്കുക. എത്ര പേരാണെന്നറിയോ CBT2ലേക്ക് സെലക്ട് ആവുക? ഇൻറ്റു 15 ടൈംസ് ആയിരിക്കും. ഓക്കെ, അതല്ല ഒരു 100 പേരാണ്, 100 വേക്കൻസി ഉണ്ടെങ്കിൽ ഇൻറ്റു 15, അതായത് 1500 ആളുകളായിരിക്കും CBT2 എക്സാം എഴുതാൻ പോകുന്നത്. അതായത് ആകെ വേക്കൻസിയുടെ 15 മടങ്ങ് ആളുകളെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക? CBT2ന് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഒരുപക്ഷെ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒരുപക്ഷെ 50,000 ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 50,000 ഒക്കെ ആയിരിക്കും. അതിൽ നിന്ന് വേക്കൻസിയുടെ 15 മടങ്ങ് ആളുകളെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തമിഴ്നാട് റീജിയനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ സോണിൽ നിങ്ങൾക്കറിയാം 484 വേക്കൻസികളുള്ളത്. ഇൻറ്റു 15 ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 7000 ആളുകളെങ്കിലും അവിടെ സെലക്ട് ആവുമെന്ന് വിചാരിക്കുക. ഒരുപക്ഷെ ആ എക്സാം എഴുതുന്നത് എത്ര പേരുണ്ടായിരിക്കും? ഒരുപക്ഷെ ആ എക്സാം എഴുതുന്നത് ഒരു 1 lakh സ്റ്റുഡൻസ് എങ്കിലും എഴുതുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള കോമ്പറ്റീഷനാണ്. പല ഉദ്യോഗാർത്ഥികൾക്കും അറിയാതെ പോകുന്നതും ഇത് തന്നെയാണ്. അതായത് നിങ്ങൾ ഈ എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് CBT1 തന്നെയാണ്. എന്നാൽ CBT2ലേക്ക് വരുന്ന സമയത്തുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് CBT2 ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം CBT2ൽ ടെക്നിക്കൽ സബ്ജക്റ്റ് വരുന്നുണ്ട്, ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക നോൺ ടെക്നിക്കലിലാണ്. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ CBT2 അത്രത്തോളം വലിയൊരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയില്ല. അത്യാവശ്യം ബേസ് ആയിട്ടുള്ള ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും CBT2 നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ CBT1 ആണ് ഇതിൽ റിയൽ ചാലഞ്ച് എന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു 100 ഡേ പ്ലാനിൽ ആദ്യത്തെ ഒരു 1.5 മന്ത്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 60% നോൺ ടെക്നിക്കലും 40% ടെക്നിക്കലുമാണ്. ഈ പെർസെൻറ്റേജിൻ്റെ കണക്ക് പറയാന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഉദ്ദേശിച്ചിട്ടുള്ളത് ടൈമിനനുസരിച്ചിട്ടാട്ടോ. നിങ്ങൾ ആകെ ടൈമിൻ്റെ 60% ഒരു ദിവസം നിങ്ങൾക്ക് 10 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ 6 മണിക്കൂർ നോൺ ടെക്നിക്കലും 4 മണിക്കൂർ ടെക്നിക്കലും വേണ്ടി മാറ്റി വെക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 60-40 പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു 1 മന്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു 2nd മന്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് 70% നോൺ ടെക്നിക്കലും ഒരു 30% ടെക്നിക്കലും. എന്നാൽ പിന്നെ ടെക്നിക്കൽ ഒഴിവാക്കി ഫുള്ള് നോൺ ടെക്നിക്കൽ മാത്രം പഠിച്ചാൽ പോരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അപകടം കിടക്കുന്നുണ്ട്. നമ്മൾ ടെക്നിക്കലും സ്കോർ ചെയ്താലാണല്ലോ നമുക്ക് ഈ ജോബ് കിട്ടുക. സോ അത് പൂർണ്ണമായിട്ടും മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു 2-2.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 30 ഡേയ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യുക? അപ് ടു എക്സാമിനേഷൻ നിങ്ങൾ ഫുൾ എന്ത് തന്നെ പ്രിപ്പയർ ചെയ്യുക? നോൺ ടെക്നിക്കൽ സബ്ജക്റ്റ് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. സോ നോൺ ടെക്നിക്കൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ നോൺ ടെക്നിക്കൽ ക്രാക്ക് ചെയ്യാൻ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ എന്നുള്ളത്. അതായത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ടൈം കൺസ്യൂമിംഗ് ആണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജനറൽ അവയർനെസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ തലയിൽ സ്റ്റോറായി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള പല കാര്യങ്ങളും പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഷോർട്ട് കട്ട് കൊണ്ട് മാത്രം നമുക്ക് ഒരു എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അത് ആദ്യമേ ഞാൻ പറയുകയാണ്, ഷോർട്ട് കട്ട് അല്ല ഇവിടെ നിങ്ങൾക്ക് വേണ്ടത്. ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ജെനുവിൻലി സിൻസിയർ ആയിട്ട് നിങ്ങൾ RRBJE എക്സാം ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നോൺ ടെക്നിക്കൽ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തിയറി സബ്ജക്റ്റ് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ സജഷൻ എന്ന് പറയുന്നത് ഞാൻ RRB എക്സാം എഴുതിയ സമയത്ത്, RRBJEയും RRB ALP എക്സാം ഒക്കെ എഴുതിയ സമയത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക? 300 to 400 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നോൺ ടെക്നിക്കലിൽ നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഒരേ ഒരു സൊല്യൂഷന്. നിങ്ങൾ തിയറി പഠിച്ചതുകൊണ്ടോ വീഡിയോസ് കണ്ടതുകൊണ്ടോ യൂട്യൂബ് വീഡിയോസ് കണ്ടതുകൊണ്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ പെർ ഡേ 300 to 400 ക്വസ്റ്റ്യൻസ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് 100 ഡേയ്സിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു 10-30,000 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു എക്സാമിനും വരാൻ പോകുന്നുണ്ടാവില്ല. അത്രയധികം ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക്
ചെയ്യാൻ പറ്റും. ഒരു 300 to 400 നിങ്ങൾ ഇൻറ്റു 100 ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 30,000-ൻ്റെ 40,000-ൻ്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഓട്ടോമാറ്റിക്കലി ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറഞ്ഞ ടൈമിൽ ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ ആക്യുറസി കൂടും, നിങ്ങളുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ് കൂടും. സോ ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ വലിയ രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യമാണ്. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ എക്സാം എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ടാസ്ക് അല്ല, പക്ഷെ നിങ്ങളുടെ എഫേർട്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആഫ്റ്റർ ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നോ, ഞാനിപ്പോൾ 400 പറഞ്ഞു, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നോ അത് തന്നെയായിരിക്കും ഈ എക്സാമിനേഷനിൽ മറ്റുള്ളവരിലേക്കാൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ നിങ്ങൾ ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത മിസ്റ്റേക്സുകളെക്കുറിച്ചും അതേപോലെ നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ചുമാണ്. ഒന്നാമത്തത് മോക്ക് ടെസ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അതായത് 100 ക്വസ്റ്റ്യൻ്റെ എക്സാമിനേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഉസൈൻ ബോൾട്ട് എന്ന് പറയുന്ന അത്ലറ്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് 100 മീറ്ററിൽ തന്നെയായിരിക്കണം. എന്നാലല്ലേ അദ്ദേഹത്തിന് 100 മീറ്റർ കോമ്പറ്റീഷനിൽ അദ്ദേഹം എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്തായിട്ടുള്ളത് എന്ന് വിലയിരുത്താൻ പറ്റുന്നത് 100 മീറ്ററിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അതേ ഉസൈൻ ബോൾട്ടിന് 500 മീറ്ററിൻ്റെ പ്രാക്ടീസ് ചെയ്താലോ 1 കിലോമീറ്ററിൻ്റെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലോ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, 100 മീറ്റർ കോമ്പറ്റീഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. സോ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്ന 100 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ടാർഗറ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. കാരണം 100 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം, അതിൽ റോങ് വരുന്നതിൻ്റെ ഒക്കെ കൗണ്ട് നിങ്ങൾ കുറച്ച് കൊണ്ടുവന്നിട്ട് അറ്റംപ്റ്റ് കൂടുതൽ എത്താൻ സാധിക്കുകയും നല്ല മാർക്കിലേക്ക് എത്താൻ നിങ്ങൾ കഴിയണമെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ പരമാവധി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. രണ്ടാമത്തൊരു ഘടകം എന്ന് പറയുന്നത് റിവൈസ് റെഗുലർലി. നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ പഴയ ടോപ്പിക്കുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങളെ കൊണ്ട് റിവൈസ് ചെയ്യാൻ പറ്റണം. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട്ട് ഓഫിനെ കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇതിന് മുന്നേ തന്നെ RRBയുടെ നോർമലൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പ്രോസസ്സിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൺസേണിൽ വരാൻ പാടില്ല. നമ്മുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 100 ആയിരിക്കണം നമ്മുടെ കട്ട് ഓഫ്, 100ലേക്കായിരിക്കണം നമ്മുടെ പഠനം എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അതേപോലെ സ്റ്റേ ഫോക്കസ്ഡ് എന്നുള്ളതാണ്. അതായത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസുകൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ പല തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത്തരം ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ എക്സാമിൽ നിങ്ങളോടൊപ്പം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരോട് ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇനി അടുത്തൊരു സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ഐ ക്രാക്ട് RRB എക്സാമിനേഷൻ എന്നുള്ളതാണ്. ഞാൻ RRB എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് മാറിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് ഒരുപോലെ ആയിരിക്കണം എന്നില്ല, എന്നാൽ ഞാൻ അപ്ലൈ ചെയ്ത ചില ട്രിക്സ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത് സ്റ്റഡി ഗ്രൂപ്പാണ്. അതായത് ചില ആളുകൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതായിരിക്കും ബെനിഫിഷ്യൽ, ചില ആളുകൾ ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കുന്നതായിരിക്കും ബെനിഫിഷ്യൽ. ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ അതേ രീതിയിൽ തന്നെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ടീം എനിക്കുണ്ടായിരുന്നു. സോ ആ ടീമിനോടൊപ്പം ഇരുന്ന് പഠിച്ചത് കൊണ്ട് തന്നെയാണ് RRB എക്സാം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്പീഡ് ഡെവലപ്പ് ചെയ്യും, നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇത്തരത്തിൽ നിങ്ങൾക്കും കണക്റ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ആ സ്റ്റഡി ഗ്രൂപ്പ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഹെൽപ്പ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ വീഡിയോനെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ്. അതായത് ഹാൻഡ് റിട്ടൺ നോട്ട്സ് എന്ന് പറയുമ്പോൾ ഈ എക്സാമിനേഷന് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ഒരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട് എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ, അതായത് ഒരു PDF മാത്രമോ അല്ലെങ്കിൽ ഒരു പ്രിൻറ്റഡ് നോട്ടോ അല്ല, മറിച്ച് നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചെഴുതുന്ന നോട്ട്. സോ ആ നോട്ട് എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിലും എക്സാമിനേഷന് പോകുമ്പോൾ നമുക്കതൊരു കോൺഫിഡൻസ് നൽകുന്ന ഘടകമായിരിക്കും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ ആ ബുക്ക് എൻ്റെ കയ്യിലുള്ള സമയത്ത്, പഠിക്കുന്ന സമയത്താണെങ്കിലും
റിവൈസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്തരം നോട്ട്സുകൾ വളരെ ഇന്നവേറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളത് റെഡിയാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഡെയിലി ആക്ടിവിറ്റി. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു ഹാബിറ്റായിട്ട് നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ മാറ്റുക. അതായത് ഒരു ദിവസം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം എങ്ങനെയാണ് നിങ്ങളൊരു ദിവസത്തെ ഷെഡ്യൂൾ ചെയ്യുന്നത്, ഏത് സമയത്താണ്. ഇപ്പോൾ രാവിലെ 5 മണിക്ക് തുടങ്ങുക, രാവിലെ 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം നിങ്ങൾ പഠിക്കാനിരിക്കുക. ഈ 5 മണി മുതൽ 7 മണി വരെയുള്ള സമയം ഞാൻ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ജനറൽ അവെയർനെസ്, കറണ്ട് അഫെയർസ് പോലുള്ള തിയററ്റിക്കൽ സബ്ജക്റ്റ് പഠിക്കുന്നതിന് വേണ്ടിയാണ്. അത്തരം സബ്ജക്റ്റുകൾ മോർണിംഗ് സെഷനിലേക്ക് മാറ്റിവെച്ചാലുള്ള ബെനിഫിറ്റ്, ആ സമയങ്ങളായിരിക്കും നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ടാവുക. സോ അത്തരം സമയങ്ങളിൽ ഒരിക്കലും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുന്നതായിരിക്കും ബെനിഫിഷ്യലായിട്ട് മാറുക. അതേപോലെ ഉച്ചക്കുള്ള സെഷൻ 1 to 4 സെഷൻ എന്ന് പറയുന്നത് മാക്സിമം പ്രോബ്ലം സെഷൻ മാത്രമാക്കി മാറ്റുക. അങ്ങനെ ഓരോ സെഷൻസും ഓരോ ഡേയിലെ ആക്ടിവിറ്റീസിനെയും നിങ്ങൾ എന്തായിട്ട് മാറ്റുക, അതിനൊരു ഹാബിറ്റ് ആക്കിയിട്ട് നിങ്ങൾ ചേഞ്ച് വരുത്തുക. എന്താ ഹാബിറ്റിൻ്റെ പ്രത്യേകത? നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അവിടെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് ഹാബിറ്റിൻ്റെ പ്രത്യേകത. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ 1-2 ദിവസമൊക്കെ അങ്ങനെ പോകും, പിന്നെ അതങ്ങ് വിട്ടുപോകും, ആ ചൂടങ്ങ് പോയി പോകും. സോ അത് പോവാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു പഠിക്കാനുള്ള ആ ഒരു ടെൻഡൻസി നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചേഞ്ച് വരുത്തുക തന്നെ വേണം. അതൊരു വലിയ ഘടകമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സെൽഫ് മോട്ടിവേഷനാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ മറ്റാരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. അത് നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗവൺമെൻറ് സെക്ടർ ജോബ് നിങ്ങൾ എത്തിക്കാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഇനിയുള്ള 100 ദിവസങ്ങൾ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഡെഫിനറ്റ്ലി വലിയ വിഷയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് RRB JEE ക്രാക്ക് ചെയ്യാൻ ഞാൻ അപ്ലൈ ചെയ്ത മെത്തേഡ്സുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സുകളും RRB JEE എക്സാംസിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേജസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കാം. കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി എന്താ പറയുക, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാനുള്ള സമയം ഇനി ഉണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. സെൽഫ് പ്രിപ്പറേഷനേക്കാൾ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായിട്ട് എൻട്രിയുടെ ഫാക്കൽറ്റീസിനോടൊപ്പം ചേർന്ന് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോബ് നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.